അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ് ടു ഫിലിമി രസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ സുമതി വളവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം പറയാനുള്ളത് വെച്ചാൽ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന വിഷ്ണു ശശിശങ്കർ ആണ്. ഇപ്പോൾ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊരു ഫൺ ബേസ്ഡും ഉണ്ട്, ഹൊററും ഉണ്ട്, അതിന്റെ കൂടെ റൊമാൻസും ഉണ്ട്. ഇപ്പൊ മൂന്നിലും ഫോക്കസ് ചെയ്താണ് അവർ പടം ഇറക്കിയിരിക്കുന്നത്. പക്ഷേ തൊട്ട് ഫണ്ണാണോ മൊത്തത്തിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഹൊറർ ആണോ മൊത്തത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, റൊമാൻസ് ആണോ ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെയല്ല. മൂന്നിനും കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ഇതിപ്പോ ഏതാന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ പടം പിടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ കാസ്റ്റിംഗിലോട്ട് പോവാണെങ്കിൽ അർജുൻ അശോകൻ ഉണ്ട്, മാളവിക ഉണ്ട്, പിന്നെ നമുക്ക് സൈജു കുറുപ്പ്, ഗോകുൽ സുരേഷ് ഉണ്ട്, ബാലു വർഗീസ് ഉണ്ട്, പിന്നെ സിദ്ധാർത്ഥ് വർദ്ധൻ ഉണ്ട്. ഇതിനകത്ത് അർജുൻ അശോകൻ നല്ലോണം തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ക്യാരക്ടറിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതൽ പെർഫോമൻസ് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല, പറ്റുന്നതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകന്റെ ഗേൾഫ്രണ്ട് കളിച്ചിരിക്കുന്ന മാളവിക ഇതിനകത്ത് നല്ല രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്, ഒരു കുഴപ്പമില്ലാണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സൈജു കുറുപ്പിന്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴേക്കും ഈ പടത്തിന് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വെച്ചാൽ പകുതി ആൾക്കാർക്ക് അവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവില്ല. ഇത് എന്തിനാണ് ഈ സൈജു കുറുപ്പൊക്കെ നമുക്ക് ശരിക്കും ഈ പടത്തിൽ എന്തിനാന്ന് പോലും നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. പിന്നെ നമുക്ക് സ്റ്റോറിയിലോട്ട് വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി മൊത്തം ഹൊറർ ബേസ്ഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഹൊറർ അവര് മൊത്തത്തിൽ ഉപേക്ഷിച്ചു. സെക്കൻഡ് ഹാഫ് അതിൽ ഹൊറർ മൊത്തം ഉപേക്ഷിച്ചിട്ട് പിന്നെ അത് റൊമാൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ അവസാനം ആയപ്പോഴേക്കും പെട്ടെന്ന് എവിടുന്നോ കുറച്ച് വീണ്ടും പ്രേതത്തിനെ പറ്റി എന്തൊക്കെയോ കുറച്ച് കാണിക്കുന്നില്ലാണ്ട് വേറൊന്നും കാണിക്കുന്നില്ല അവര്. പിന്നെ നമുക്ക് സ്റ്റോറി മാറിയിട്ട് ഈ പടത്തിനകത്ത് കാസ്റ്റിനകത്ത് വേറെ കുറെ അഭിനയിക്കാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഭരതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിയുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒട്ടും സഹിക്കില്ല, വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു അഭിനയമാണ്. പിന്നെ ഡേവിസ് എന്ന് പറയുന്നത്, നമ്മുടെ ഡേവിസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പണിക്കകത്ത് ഡേവി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. വലിയ പെർഫോമൻസ് പറയാനൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഗോകുൽ സുരേഷിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. പറയേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി മാസ് ഇടാൻ നോക്കിയാലും പുള്ളി വില്ലനസ് വിടാൻ നോക്കിയാലും ഏതിടാൻ നോക്കിയാലും നമുക്ക് പുള്ളി എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യില്ല, ഏത് റോൾ ആയിക്കോട്ടെ. പക്ഷെ പുള്ളി എന്ത് ഇടാൻ നോക്കുന്നോ നമുക്ക് ശരിക്കും അത് മനസ്സിലാവില്ല. കാരണം പുള്ളി ഉദ്ദേശിക്കുന്നത് മാസ് ഇടാനാണെങ്കിലും നമുക്ക് അതിന്റെ പഞ്ച് നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവര് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യായിരുന്നു. കാരണം ഇത് കോമഡിയും ഹൊററും റൊമാൻസിലും മൂന്നിലും കൂടി ഫോക്കസ് ചെയ്തിട്ട് നമുക്കിപ്പം മൂന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പടമാണ്. പിന്നെ ഇതിന്റെ സോങ്സും കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഈ സോങ്ങും ഡാൻസും തമ്മിൽ സിങ്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അതൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഈ ചില ക്യാരക്ടേഴ്സ് വളരെ ഡിസ്റ്റർബിംഗ് ആയി എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാൻ. നമുക്ക് ഈ പടത്തിനെ കുറിച്ച് ഇംപ്രസീവ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. അപ്പോ നമുക്കിത് ഒറ്റ പ്രാവശ്യം കാണാം, ഒരു എന്റർടൈനിങ് എന്ന രീതിയിൽ ഒറ്റ പ്രാവശ്യം കാണാം. അല്ലാണ്ട് അതിൽ കൂടുതൽ എനിക്ക് പ്രത്യേകിച്ച് പടത്തിനെ കുറിച്ച് ഒന്നും തോന്നിയില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.